ഗൈസ് എങ്ങനെ വീണാലും അച്ഛൻ എന്ന് പറഞ്ഞ ഇതാണ് അച്ഛൻ. അങ്ങനെയുള്ള ബിജുചേട്ടൻ്റെ മിറക്കിൾ ഫാം ഹൗസിലാട്ടോ. അപ്പം ഇവിടെ ഒരുപാട് ഓറഞ്ചൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് കണ്ടാലും ഓർഡർ ചെയ്ത് നോക്കട്ടെ. ഗൈസ് എങ്ങനെ വീണാലും ബിജുചേട്ടൻ്റെ ഓറഞ്ച് നമുക്ക് പറിക്കാം കേട്ടോ. അതുപോലെയാണ് ഇവിടെ ഓറഞ്ച് ഇരിക്കുന്നത്. ഓ, അത് പറഞ്ഞറിയാൻ പറ്റത്തില്ല കേട്ടോ. ടേസ്റ്റ് വേറെ ലെവല്. അങ്ങനുണ്ട്, കൊള്ളാം. ഓ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മിറക്കിൾ ഫാം ഹൗസിലാട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ ബിജു ചേട്ടനുണ്ട്. ബിജു ചേട്ടാ, ഇപ്പം ഫുള്ള് ഓറഞ്ച് സീസണാ അല്ലേ? സീസൺ അല്ല കേട്ടോ, സീസൺ തീർന്നു. 95% തീർന്നു. പറിച്ച് തീർന്നിട്ട് പുതിയത് കണ്ടോ കായ്കൾ വരാൻ കണ്ടോ. ഇതിപ്പോ അടുത്ത സെക്ഷൻ. ഇത് കായ്പിക്കുന്നില്ല ഞങ്ങള്. എന്നാ വെച്ചാൽ ഈ കാ പറിച്ച് തീർന്നിട്ട് ഒന്നിച്ച് വീണ്ടും കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കുറച്ച് ഓറഞ്ച് കൂടെ പറിക്കാനുണ്ട്. വരുന്നവരെ കൊണ്ട് ഇങ്ങനെ പറിപ്പിക്കുന്നു. അവർക്ക് കഴിക്കാം. പിന്നെ ഇഷ്ടമുള്ളവർ പറിച്ച് അതിന്റെ തൂക്കി എടുത്ത് അതിന്റെ വില കൊടുത്തിട്ട് പോകും. പിന്നെ പുതിയ കൃഷികൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓറഞ്ച് മാത്രമല്ലല്ലോ, എല്ലാ ഫ്രൂട്ട്സും. ഇത് കട്ടപ്പനയിലാണ്, അങ്കമാലിയിലുണ്ട്. ചൂടിലും തണുപ്പിലും ഈ ട്രയൽ അടിക്കുകയാണ് നമ്മുടെ പണി. അതിൽ ബെറ്റർ എന്നുള്ളതാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇത് വേണ്ട കേട്ടോ. ഇതാണ് കഴിച്ചു നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഇത് അടുത്ത പറിക്കാം. കിടക്കാട്ടോ ഇങ്ങനെ നന്നായിട്ട് പഴുത്തു അല്ലേ? നന്നായിട്ട് പഴുത്ത് തീർന്നു. പഴുത്താൽ ഓവർ വെള്ളം റിട്ടേൺ ചെടി എടുക്കും. അന്നേരം വെള്ളം കുറയും. ഇപ്പം വെള്ളം കുറഞ്ഞതിൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുകൾവശത്ത് കിടക്കുന്ന സാധനമൊന്നും ആദ്യം പറിക്കുന്ന ഈ താഴെ ജനത്തിന് എത്തുന്ന സ്ഥലത്തെ പറിച്ചങ്ങ് പോവാ. ഞാൻ ഇതിനിടെ പേര് വെച്ചതാ. പേര് അന്നേരം ടൈറ്റ് ആയതുകൊണ്ട് പേര് മൊത്തം വെട്ടി. ഇപ്പം ഓറഞ്ച് മാത്രമാക്കാം. ഇപ്പം ഇനി താഴേക്ക് ഓരോ വെറൈറ്റി ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നാഗ്പൂര്, കിന്നു, സ്ട്രെഞ്ചറിൻ, അങ്ങനെ കുറേ വെറൈറ്റീസ്. അതെല്ലാം ഇനി ഒരു 6 മാസം വലിയ ചെടികൾ മാക്സിമം വെക്കും. 6 മാസം കൊണ്ട് സെറ്റ്. അപ്പം ഇങ്ങനെയാണ് മാക്സിമം ജനങ്ങളിലേക്ക് പുതിയ വെറൈറ്റീസ് ഇങ്ങനെ ചെയ്തു പോകുന്നു. പരിചയപ്പെടുത്താൻ കാണുക, മോഹം ഉണ്ടാകുക, കൃഷി ചെയ്യുക. നല്ല മധുരമുണ്ട്. മധുരമില്ലേ? പക്ഷെ വെള്ളം കുറഞ്ഞു. പിന്നെ ഫ്രഷ് ഒരു ഓറഞ്ച് പറിച്ച് ഇതുപോലെ തോട്ടത്തിൽ നിന്ന് നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലല്ലേ. നോക്കിയാൽ ഇതിൻ്റെ ചൂട്ടിക്കൊണ്ട് പഴുത്ത് വീണ് കിടക്കുന്ന എന്തൊക്കെയാണ്. ഇതുണ്ടോ ഇതിലേ വന്നേ, ക്യാമറ ഇല്ലേ പുറത്ത്. ഞാൻ തന്നെ ഓർത്തോടും പോകും. ഇതുണ്ടോ ഇതിലൊക്കെ കിടക്കുന്നതാണോ? എന്റെ മോനെ അതുണ്ടോ? അത് ഞാൻ ഇതിലെ ഇതുണ്ടോ ഇതിന്റെ അടിയിലേക്ക് ഞാൻ അയ്യോ എന്നാ വന്നിട്ടൊന്നും തന്നില്ലെന്ന് പറയില്ലേ മമ്മിക്കൂടെ. എന്റെ മോനെ ബിജു ചേട്ടന്റെ സ്നേഹം. മോനെ പൊന്നു മോനെ, ഇതുണ്ടോ ഇതിന്റെ വലിപ്പം വെക്കുമെന്ന് നോക്കിയേ. ഇതുണ്ടോ വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്. ഇത് വെള്ളം പറ്റി പറിക്കാതെ കിടന്നു. അത് ഉണ്ടോ? ഇത് ഉണ്ട്, വെള്ളമുണ്ട് കേട്ടോ. ഇത് തിന്നോണ്ടേ ഇരിക്കുക. നല്ല മധുരം കേട്ടോ. നോക്കി നല്ല അല്ലേ? നല്ല കളർ. കണ്ടോ ഇതിങ്ങനെ പിടിച്ചേ, കണ്ടോ സൈസില്ലേ? കൈവെള്ളം കാണിച്ചേ, പിടിച്ചേ ഇങ്ങനെ പിടി. സൈസ് ഉണ്ട്. മാണ്ടറിന് അത്ര സൈസൊക്കെ വരുള്ളൂ കേട്ടോ. നല്ല സൈസാണ്, നല്ല ചുമന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ മാണ്ടറിന് ഓറഞ്ചിനെ നമ്മൾ എപ്പോഴും ചെടി വലുതാകുന്നതനുസരിച്ച് കായ്ക്ക് വലുപ്പം കൂടും. ഇനി ഈ ചെടികളെ എല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൂണിങ് സിസ്റ്റം ചെയ്യാം. ഇത് കാണിച്ചു കൊടുക്കാത്ത എന്നാന്ന് വെച്ചാൽ ജനം എല്ലാം കൂടെ വെട്ടി ഇത് നശിപ്പിച്ച് കളയില്ലല്ലോ. അവരും കർഷകരല്ലേ, അവരും ശ്രദ്ധിക്കുമ്പോൾ നമ്മളിത് അറിയാവുന്നതുകൊണ്ട് ചെയ്യുന്നു. അപ്പൊ അവരത് അങ്ങനെ ചെയ്ത ചില സമയത്ത് മഴക്കാലത്തൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ, നേരെ തിരിഞ്ഞു നോക്കിയേ, കണ്ടോ കുഞ്ഞുക മൊത്തം കായ്കളായി. ഇനിയും നല്ല സീസണോ അല്ലാത്ത ടൈമാണ്. 365 ദിവസമുണ്ട്, ഓൾ സീസൺ. വന്നാലും ദൈവാനുഗ്രഹത്താൽ മിറാക്കിൾ ഫാമിൽ ഓറഞ്ചും ആപ്പിളും ഒക്കെ എല്ലാ സമയം ഉണ്ടാവും. ഇതങ്ങനെ കായ്ക്കണമല്ലോ. അതെ, തയ്യും ഉണ്ടാവും. മമ്മിയാ കാര്യം പറയുന്നേ. കർഷകയാ, ഒത്തിരി ആടും പശുവും, കുറെ കഷ്ടപ്പാടുകളും. ഇപ്പൊ എല്ലാം
വലിയ സ്റ്റോറിക്കുള്ള കഥയുണ്ട്. കഥയുണ്ട്, വലിയ സ്റ്റോറിക്കുള്ള കഥയുണ്ട്. ഇപ്പൊ ഇതിന്റെ ഉണ്ടോ, ഇതിന്റെ വളമായിട്ടിടുന്നത് ഇത് നമ്മൾ കൊടുക്കുന്ന പോളിയാർ വളങ്ങൾ, പിന്നെ മൈക്രോ ന്യൂട്രിയന്റ് സ്പ്രേ ചെയ്യും, പിന്നെ പൊട്ടാഷ് 0.050 അങ്ങനെയെല്ലാം പോളിയാർ ഏതെല്ലാം നല്ല വളം കിട്ടിയാലും ഞാൻ മേടിച്ച് ചെയ്യും. പക്ഷെ ഇത് നമ്മുടെ ഇത് ജീവിത പ്രശ്നമാണ്, ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. ഇതിന് ഏത് ചൂടിലും കായ്ക്കും. പിന്നെ കൊറിയർ അയച്ചു കൊടുക്കുന്ന തൈകൾ അങ്ങനെ ഓൺലൈനുണ്ട്. പിന്നെ കട്ടപ്പനയിലും കറുകുറ്റിയിലുമാണ് 2 ഫാം. പുതിയ ആൾക്കാർക്ക് കൃഷിയിലോട്ട് വരാനും ഇതൊരു ഭയങ്കര ഒരു ഇതാണ്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് അനേകം ആൾക്കാർ വന്ന് മുഖം കാണിച്ചു പോകുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പോൾ ഒരു ചെറുപ്പക്കാരാണെങ്കിലും ഇപ്പോൾ അവർക്ക് ഞാനിപ്പോൾ എപ്പോഴും ഉണ്ടാകുന്നില്ല, പക്ഷെ ആ സമയത്ത് അവർക്ക് വന്നിട്ട് ഞാനിപ്പോൾ മിറാക്കിൾ ഫാമിലാണ് നിൽക്കുന്ന അവരുടെ ഓറഞ്ച് തോട്ടത്തിൽ കഴിച്ച് ഒരെണ്ണം പറിക്കുക, കഴിക്കുക, ഒരു റിവ്യൂ പറയുക. അവർക്ക് തന്നെ എടുത്ത് ഞങ്ങൾക്ക് വീഡിയോ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. എല്ലാവരുടെയും വീഡിയോ എടുക്കാൻ എപ്പോഴും പണിക്കാരല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ ഇത്ര ഒരു വെറൈറ്റി നമുക്ക് ദൈവാനുഗ്രഹത്തിൽ ഇവിടെ കാണിക്കാൻ പറ്റി. ഒരു വെറൈറ്റി തന്നെയാണെന്ന്. ഇതൊന്നും ഒരിടത്തും പോയാലൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഏത് ഓറഞ്ച് തോട്ടത്തിൽ പോട്ടെ, ഈ 365 ദിവസം ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ പറിച്ചു കഴിക്കാൻ പറ്റും, ഇതുപോലെ ഇലയോടുകൂടി എവിടെ കിട്ടും. ഇനി പുതിയ വെറൈറ്റികൾ നമ്മളെല്ലാം പരീക്ഷിക്കും. അത് ചൂടിലും തണുപ്പിലും. ഇപ്പോൾ ലോങ്ങണാണേലും ഞാൻ വെച്ചിട്ട് ടെസ്റ്റ് നടത്തിയ എന്നാന്ന് വെച്ചാൽ, ഇത് ഹൈ റേഞ്ചുകാരന് മാത്രമല്ല, ലോ റേഞ്ചുകാരന് ഇത് പറ്റുമോ എന്നറിയാൻ അങ്കമാലി വെച്ചു. നല്ല സൂപ്പർ ഫ്രൂട്ടാണ്. 2ാം വർഷം കായ്ച്ച നല്ല പക്കായിട്ട് നിൽപ്പുണ്ട്. ഞാൻ വരുന്നവർക്ക് പറിച്ചു കൊടുക്കുന്നുമുണ്ട്. ഇപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസം പറിച്ചു കൊടുത്തു. ആ പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ തൈകളാണ് കൊണ്ടുപോയത്. ആ പുള്ളി മംഗലാപുരത്തിനാണ് പോയത്. അപ്പം അങ്ങനെ വരുന്നുണ്ട്, അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കുഞ്ഞു ചെടിയിൽ കായ്പിക്കുന്ന രീതി ചെയ്തു തുടങ്ങി. അപ്പം എല്ലാം ജനത്തിന് അറിവ് കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ടൊരു തെറ്റായതല്ലാത്ത കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഗായ്സ്, വിജുചേട്ടൻ്റെ ഓറഞ്ച് തോട്ടത്തിലാട്ടോ. വിജുചേട്ടൻ തന്നെ ഓറഞ്ച് പറിച്ച് തിന്നുന്നു. ഒരെണ്ണം തരാമെന്ന് വെച്ചിട്ട് തന്നില്ല ഗൈസ്. അതെ ഗൈസ്, അതുകൊണ്ടാണ് തരാത്തത്. എന്തേണ്ടേ, അവനവിടെ തിന്നോണ്ടിരിക്കുവാണ് ഗൈസ്, ടെസ്റ്റ് ചെയ്യുവാണ് ഗൈസ്. അല്ല, ഇതൊരു പ്രത്യേകതയല്ലേ? അതെ 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 ഇത് ഭയങ്കര രസമാണ്. പൊതുവേ ഇത് മൊത്തത്തിലുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഇവിടെ തന്നെയാണോ അപ്പൊ കൊടുക്കണേ? കയറ്റി വിടുവല്ലേ? കളറും ഉണ്ടോ നിങ്ങള്? ആണോ? സെറ്റായി. അവിടെ നിങ്ങൾ വരുമ്പോ തന്നെ ഈ ഒരു മാൻഡ്രൻ തോട്ടമല്ല, നാഗ്പൂരിന്റെ തോട്ടം നേരെ കണ്ട താഴെ കണ്ട ഇതുണ്ട്. ഇത് ഈ മണ്ണ് കാണുന്നുണ്ടോ? ഇത് നമുക്ക് ഗോൾഡൻ സീതാഫലുണ്ട്, NMG ഗോൾഡ്. അത് നല്ല അതിന്റെ ഇവിടെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൃഷി. പിന്നെ മൾബറി, ബ്ലാക്ക്ബെറി ഒന്നും മുള്ളില്ലാത്തത്. വരുന്ന ജനത്തിന് ഒരു പ്രത്യേകത. പിന്നെ മീൻകുളം അങ്ങനെ കണ്ടിങ്ങനെ കറങ്ങാൻ വേണ്ടി സംവിധാനം ഉണ്ടായിട്ടുണ്ട്.